വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അരിയൊന്നും കഴിക്കത്തില്ല. കുറേ കാലം അങ്ങനെ. അപ്പോൾ ആ പീരീഡിൽ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാരിറ്റിയാണ്, അലർട്ടായിരിക്കുന്നതുകൊണ്ടാണ് ക്ലാരിറ്റി. ഒരു കാര്യം കണ്ടാൽ ആ കാര്യം കാണും, അസ്വസ്ഥത ഒന്നും ഇല്ലായിരിക്കുകയാണ് പാടി. നമ്മളിപ്പോൾ ഒരു കാര്യവും കാണുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിച്ചല്ലോ ഈ നട്ട്സൊക്കെ, നമ്മൾ ഈ നട്ട്സൊന്നും കണ്ടില്ല, ചുമ്മാ എടുത്ത് കഴിച്ചത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു തന്നിരിക്കുന്ന ഈ സാധനത്തിനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്ത് ആസ്വദിക്കുമ്പോൾ ഈ സെൻസറി സിസ്റ്റത്തിലൂടെ ഇതിൻ്റെ ഇൻപുട്ട് ബ്രെയിനിലേക്ക് വരുമ്പോൾ തന്നെ ബ്രെയിൻ അലർട്ടാവും. അങ്ങനെ ബ്രെയിൻ അലർട്ടായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ക്ലാരിറ്റി ഉണ്ടാകുന്നത്, കോംപ്രിഹെൻഷൻ കൃത്യമായിട്ട് നടക്കാൻ പോകും. അപ്പോൾ ആ സന്ദർഭത്തിൽ മാക്സിമം ഇൻപുട്ട് കിട്ടിയാലല്ലേ കാര്യം കൃത്യമായി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാൽ കോംപ്രിഹെൻഷനായിട്ട് മാറും. അപ്പോൾ അതിനുള്ള അലേർട്ട്നെസ്, അപ്പോൾ നോക്കുന്ന കാര്യങ്ങളിലുള്ള മാക്സിമം കിട്ടാവുന്ന ഇൻഫർമേഷൻ കൂടെ നമ്മൾ എടുക്കുമ്പോൾ അലർട്ടാവും. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയായി. ഇൻപുട്ട് ഇല്ലാതെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ഹാഫ് കുക്ക്ഡ് സാധനം പോലെ ഇരിക്കട്ടെ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ സാത്വിക ആഹാരത്തിലോട്ട് കിടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാർ, അതുപോലെ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സയൻറ്റിസ്റ്റുമാരും ഒക്കെ അവരങ്ങനെ തന്നെയാണ്. അവർ ഫോക്കസ്ഡ് ആയിരിക്കും, കഴിക്കുന്നില്ലല്ലോ. ആഹാരം അല്ല വലിയ പരിശ്രമിക്കാവുള്ളൂ, അവർ ചെയ്യുന്ന കാര്യത്തിലാണ് ഫോക്കസ്. അങ്ങനെ മനസ്സിനെ അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ആ ക്വാളിറ്റിയാണ് ഈ സത്വ ക്വാളിറ്റിയിലേക്ക് മാറും. അപ്പോൾ ഈ രജസ് തമസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് രജസിക് ലെവലിലോട്ട് മാറി അവിടെ നിന്ന് സത്വഗുണ അധികരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറാം. അങ്ങനെയാണ് അത് റിലേറ്റ്. ഏതാണ്ടൊക്കെ നോൺ വെജ് വെസ്റ്റേൺ സയൻസ് ആണല്ലോ കൂടുതലും നോൺ വെജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് എനിക്കൊന്ന് തമോ ഗുണം ഫുഡിനകത്ത് അത് വരുന്നത്. അപ്പോൾ അതൊരു സാത്വിക ഫുഡ് എടുക്കുന്നത്. പിന്നെ ഫുഡിന് വേറൊരു കാര്യമെന്ന് വെച്ചാൽ അവൈലബിലിറ്റി, നമ്മളെ കുറച്ചും കൂടി ഊർജ്ജസ്വലരാക്കുന്നതാണ് രജോ ഗുണം കൊണ്ടുണ്ടാകുന്ന ഫുഡുകൾ. പ്രവർത്തിമുഖനാണ്. അത് എന്ത് പ്രോസസ്സിലൂടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫുഡിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് മാത്രമല്ല, നമ്മളുടെ നമ്മുടെ അപ്രോച്ച് ടു ഫുഡ് വളരെ പ്രധാനമാണ്. എങ്ങനെ കഴിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സാത്വിക ആഹാരം തന്നെ ഈ പറഞ്ഞ പോലെ കണ്ടവനങ്ങ് കഴിച്ചു, ചവച്ചുമില്ല, അരച്ചുമില്ല, അത് കഴിച്ചു. അപ്പോൾ ഈ ജോലിയെല്ലാം കൂടെ സ്റ്റൊമക്കിനല്ലേ പോകുന്നത്, അത് ചേൺ ചെയ്തെടുക്കണ്ടേ. മറ്റേ നമ്മൾ അതുകൊണ്ടാണ് ഇവർ പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് 32 പ്രാവശ്യം വായിക്കാത്തിടുന്ന ഏത് സാധനവും ചവയ്ക്കണം. 32 പ്രാവശ്യം ചവയ്ക്കണം. ചവയ്ക്കുമ്പോൾ അതിനകത്തുള്ള ഷുഗറെല്ലാം കൺവേർട്ടഡായി വരും. ഈ സലൈവയുമായിട്ട് ചേർന്നാണല്ലോ ഷുഗറിൻ്റെ ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ അത്രയും അവിടെ തീർന്നു. അപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും വലുതായിട്ടില്ല, മൊത്തത്തിൽ അവിടെ വെച്ച് കൺവേർട്ട് ചെയ്തു ഗ്ലൂക്കോസായി. എന്നിട്ട് പിന്നെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ അബ്സോർപ്ഷൻ മാത്രമേ അവിടെ വരത്തുള്ളൂ. മറ്റേ അങ്ങനെയല്ല, അതിന് ഈ ജോലിയും ചെയ്ത് പിന്നെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ പാർട്ടിനായിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. ഏത് ഓർഗനിൽ നമ്മൾ റെസ്റ്റ് കൊടുത്താലും അത് റീജുവനേറ്റഡ് ആകും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഈ ഏഷ്യൻ നമ്മുടെ ഇതിനകത്ത് അവർ റെസ്റ്റ് കൊടുത്ത് മെഡിറ്റേഷനും അതാണ്. റെസ്റ്റ്ഫുൾ അലർട്ട്നെസ് ഈസ് മെഡിറ്റേഷൻ. റെസ്റ്റ് ബ്രെയിനിന് കൊടുക്കുക, മൈൻഡിന് കൊടുക്കുക, ബോഡിക്ക് കൊടുക്കുക, കൊടുത്തിട്ട് അലർട്ടായിട്ടിരിക്കുന്നതിനാണ് മെഡിറ്റേഷൻ. അപ്പോൾ അത് നടക്കും, ക്വാളിറ്റിയിൽ മാറും. ഈസിലി എല്ലാ കാര്യവും പെട്ടെന്ന് കാണാൻ പറ്റും. കണ്ടില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരികയാണ്, വന്നപ്പോഴേ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ട് കയറി വരുന്നു, കണ്ടിട്ട് കൊമ്പ മീശയൊക്കെ ഉണ്ട്, എന്താണ് കൊള്ളക്കാരനാണോ എന്നൊക്കെ നമ്മൾ ആൻസിപ്പേറ്റ് ചെയ്യില്ലേ. നമുക്കറിഞ്ഞോ ചിലപ്പോൾ ഭാഗത്താനായിരിക്കും മീശ ഉണ്ടെന്ന് കാണും. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇതിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഫിയേഴ്സും കൂടെ അയാളെ തിരക്കാൻ കിട്ടും. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഒരു റോങ് കോംപ്രിഹെൻഷനിൽ എത്തും. അപ്പോൾ കാര്യം എന്ത് ടോണങ്ങ് മാറി. വീട്ടിലോട്ട് കയറി വരുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ടോണങ്ങ് മാറുക. അപ്പോൾ അവൻ പറയും എന്ത് വന്നൂടെ ചോദിച്ചൂടെ, എന്ത് വന്നൂടെ, നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് വന്നൂടെ എന്ന് ചോദിക്കും.
ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ ഇതെല്ലാം നമ്മുടെ ബിഹേവിയർ നമ്മൾ ഈ നേരത്തെ ആ ബിഹേവിയർ ക്ലാരിറ്റിയോട് കൂടിയാണെങ്കിൽ ഒരുത്തം മരുന്ന് വിഷയത്തോട്ട് കുഴപ്പമില്ല നോക്കാം. അപ്പോൾ അവൻ കയറി വന്നു, നമ്മൾ അവൻ്റെ മാന്യമായിട്ട് പെരുമാറി, അവൻ വളരെ സന്തോഷമായിട്ട് പോയി. എനിക്കൊരു പീരീഡിൽ ഭ്രാന്തന്മാരുമായിട്ട് ഉള്ള സഹകരണം വളരെ കൂടുതലായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പലരും പറയാറുണ്ടായിരുന്നു. ഒരു ഭ്രാന്തനെ കണ്ടാൽ ഞാൻ വിട്ടിട്ട് പോകത്തില്ല. അവിടെ രാംനാഥിൻ്റെ അവിടെ വന്നിട്ട് തിരിച്ചു വരാൻ ചിലപ്പോൾ അപൂർവമായിട്ട് ബസ്സിന് കാത്ത് നിന്നിട്ടുള്ളപ്പം ഒരിക്കൽ ഒരു ഭ്രാന്തം വന്നു, വടിയൊക്കെ ഉണ്ട്, കീറി പറഞ്ഞ ഷർട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കണ്ടാൽ ചെറിയൊരു ഭ്രാന്തൻ്റെ ലുക്കുണ്ട്. ഈ താടി അന്ന് ഈ കണ്ടമാനം താടി കറുത്ത മുടിയും ഒക്കെ ആയിട്ട് ജുബയൊക്കെ നീളത്തിലുള്ള ജുബയൊക്കെ ഇട്ടിട്ട് ഒരു 2 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ നിൽക്കുക. പ്രത്യേക ഫാമാണ്. ഇവന്മാരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും ഈ രൂപം. എന്നുവെച്ചാൽ സാധാരണ കോമ്പസിഷൻ അല്ല. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇവർക്ക് തോന്നിക്കും ഇയാളൊന്നും കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് തോന്നിക്കുക. എന്നിട്ട് ഇവരടുത്തടുത്തടുത്ത് വരിക. എന്നിട്ട് മുമ്പ് വന്ന് കിടന്ന് എല്ലാ ഗെയിംസും വരും പ്ലേ ചെയ്യുക, അറ്റൻഷൻ പിടിക്കാൻ. ഞാൻ നോക്കത്തേ കാണുന്നുണ്ടാവും, നോക്കാതെ വേറെ ശ്രദ്ധിക്കാതെ. അപ്പോൾ ദൂരെ നിൽക്കുന്ന കളിച്ച് കമ്പൊക്കെ ആയിട്ട് അത് കളിച്ച് നമ്മൾ അടുത്തെത്തും. അവൻ നമ്മളെ അറ്റൻഷൻ കിട്ടിയേ പറ്റുള്ളൂ. അവൻ കുറച്ച് ആൾട്ടേഡ് സ്റ്റേറ്റ് നിൽക്കുകയല്ലേ. അടുത്തൊന്നും വലിയ വെള്ളമെല്ലാം കാണിച്ച് അവസാനം ഞാൻ ചെറുതായിട്ടൊന്ന് ചിരിക്കും. ഇവന് സ്വർഗം കിട്ടിയതുപോലെ ഭയങ്കര സ്വർഗം കിട്ടിയതാണ്. കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും. ഒരു മനുഷ്യനെ അവനെ അറ്റൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ആവർഷണത്തോടുകൂടി അവനെ അകത്ത് നിർത്തുക. അങ്ങനെ ഒന്നും ചിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ പോകത്തില്ല. പിന്നെ പറയുന്നതെല്ലാം കേട്ട് ഞങ്ങൾ കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സുഖമായിട്ട് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് അവസാനം ഞാൻ പോട്ടെ വന്നാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വലിയ ബഹളമൊക്കെ വെച്ച് ചാട്ടമൊക്കെ ചാടി ആനന്ദിച്ച് അവൻ സ്വർഗരാജ്യത്ത് എത്തിയതുപോലെ അവൻ പോകും. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇത് ഭ്രാന്ത് പോലെയാണ്. പക്ഷേ ലോകത്തിലെ ആ മുഹൂർത്തം വേറൊരു മുഹൂർത്തം. അങ്ങനെ പോവാം. ഈ